സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോഴിക്കോട് സമസ്ത ഓഫീസിലെത്തിയാണ് രമേശ് ചെന്നിത്തല ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് പിന്തുണ തേടിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു തന്ത്രപരമായ കൂടിക്കാഴ്ചയെന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? പിന്തുണ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടിയെന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി കൂടിക്കാഴ്ചകൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ വളരെ രഹസ്യമായി മാധ്യമങ്ങളെ അറിയിക്കാതെയായിരുന്നു രമേശ് ചെന്നിത്തല ജെഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടത്. കാരണം സമസ്ത നേരത്തെ ഒന്ന് ഇടത്തോട്ടേക്ക് ചാഞ്ഞു എന്നുള്ളതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് ബാധിച്ചു എന്നുള്ളതുമൊക്കെ UDFന്റെ വിലയിരുത്തലാണ്. പ്രത്യേകിച്ചും ജെഫ്രി മുത്തുക്കോയ തങ്ങളും ഉമ്മർ ഫൈസി മുക്കവുമൊക്കെ സമസ്തയ്ക്കകത്തു നിന്നും ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വാദഗതികളും ഉയർന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങളെ ഇന്ന് രമേശ് ചെന്നിത്തല കണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്കാണ് ഈ മത സാമുദായിക സംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ ഏകോപന ചുമതല. മാത്രവുമല്ല കോർപ്പറേഷൻ്റെ ചുമതലയും അദ്ദേഹത്തിനാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇന്ന് കാലത്ത് തന്നെ ജെഫ്രി മുത്തുക്കോയ തങ്ങളെ സമസ്തയുടെ ഓഫീസിൽ പോയി ചെന്നു കണ്ടു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ൽ പ്രേക്ഷകർ കാണുന്നത്. ആ കൂടിക്കാഴ്ച നേരത്തെ പറഞ്ഞുറപ്പിച്ച സമയപ്രകാരമുള്ള കൂടിക്കാഴ്ചയായിരുന്നു. കൂടിക്കാഴ്ചയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിടരുത് എന്ന് ജെഫ്രി മുത്തുക്കോയ തങ്ങളോട് പറഞ്ഞതായാണ് സമസ്ത കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. എന്നാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മറുപടി ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ആ കാര്യത്തിൽ പറഞ്ഞില്ല. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ എന്ന് പറയുകയും ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 വോട്ടിനും 3 വോട്ടിനുമൊക്കെ പരാജയവും ജയവും തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സാമുദായിക സംഘടനകൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. കാരണം ഒരു 10 വോട്ട് കൊണ്ട് ചിലപ്പോൾ ഒരു പഞ്ചായത്തിലെ ഭരണം തന്നെ മാറാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി സമുദായ സംഘടനാ നേതാക്കളെ കൈകാര്യം ചെയ്യുന്ന പണിയിലാണ് ഈ 3 മുന്നണികളും. അതിൻ്റെ മുന്നോടിയായാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങളുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയത്. ക്രിസ്റ്റീന. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇനി വിവിധ സാമുദായിക നേതാക്കളെ പല നേതാക്കളും കൂടിക്കാഴ്ച അവരുമായി നടത്തും, പിന്തുണ ഉറപ്പിക്കും. കാഴ്ചകളൊക്കെ ഇനി നമ്മളെ കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.